നോർമലി നമുക്ക് ചില സമയത്ത് അഡോബിൻ്റെ പ്രോബ്ലം വരാനുള്ള ചാൻസ് ഉണ്ട്. അതായത് അതിൻ്റെ ട്രയൽ എൻഡ് ചെയ്തു, അല്ലെങ്കിൽ ഇനി നമുക്കൊരു 6 ദിവസമേ ഉള്ളൂ. അങ്ങനെയുള്ള എറർ നമ്മളെങ്ങനെ സോൾവ് ചെയ്യുന്നതാണ് നമ്മൾ നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ സെർച്ച് ബാറിൽ കയറിയിട്ട് നമ്മൾ വിൻഡോസ് ഫയർവാൾ സെർച്ച് ചെയ്യുക. വിൻഡോസ് എന്ന് അടിക്കുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് ഫയർവാൾ നമുക്ക് കിട്ടും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ അകത്ത് അഡ്വാൻസ്ഡ് സെറ്റിങ്സ്, അതിലൊരു വട്ടം ക്ലിക്ക് ചെയ്യുമ്പോൾ അഡ്വാൻസ് സെറ്റിങ്സ് വരും. അതിൻ്റെ അകത്ത് ഇൻബൗണ്ട് റൂൾസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, കണ്ടോ, ഇൻബൗണ്ട് റൂൾസ്. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു പുതിയ റൂൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏത് പ്രോഗ്രാമാണ് നമ്മൾ റൂൾ ടൈപ്പ് പറഞ്ഞു കൊടുക്കുന്നത് അത് നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ചിട്ട് ഇപ്പോൾ ഇങ്ങനെ ബ്രൗസ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഇൻഡിസൈനാണ് എടുക്കുന്നതെന്ന് വെച്ചോ. ഇൻഡിസൈനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കണം, എവിടെയാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അതിൻ്റെ അകത്ത് കയറിയിട്ട് അതിൻ്റെ exe ഫയൽ തന്നെ ആയിരിക്കണം. ഓപ്പൺ കൊടുക്കുക. അപ്പോൾ ഇൻഡിസൈനായി. നെക്സ്റ്റ് അടിക്കുന്നു. എന്ത് ചെയ്യുക, ബ്ലോക്ക് ദ കണക്ഷൻ. ഓക്കെ കൊടുക്കുക. നെക്സ്റ്റ്. പിന്നെ നമുക്ക് എന്തെങ്കിലും പേര് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു പേരും കൊടുക്കാം, ഡിസൈൻ അല്ലെങ്കിൽ ഇൻഡിസൈൻ. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനെ അങ്ങ് ബ്ലോക്ക് ചെയ്തു. ഫിനിഷ്. ഓക്കെ, ഇതുകൊണ്ട് കഴിഞ്ഞില്ല. അഡ്വാൻസ്ഡ് സെറ്റിങ്സ് എടുക്കുക. അഡ്വാൻസ്ഡ് സെറ്റിങ്സിനകത്ത് ഔട്ട് ബൗണ്ട് റൂൾസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഔട്ട് ബൗണ്ട് റൂൾസ് നമ്മൾ ഇതുപോലെ തന്നെ സെറ്റ് ചെയ്യുക. സെലക്ട് ചെയ്യുക, ന്യൂ റൂൾ. അതിൻ്റെ അകത്ത് ഈ 3 കാര്യങ്ങളും ഉണ്ട്. 1 2 3 4. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. നമ്മൾ നെക്സ്റ്റ് അടിക്കുമ്പോൾ നെയിം വരെ വന്നോളും. ഇത് പ്രോഗ്രാം. നെക്സ്റ്റ് അടിക്കുക. എന്നിട്ട് പാത്ത് ബ്രൗസ് ചെയ്യുക. InDesign.exe ഓപ്പൺ ചെയ്യുക. നെക്സ്റ്റ് അടിക്കുക. ബ്ലോക്ക് ദ കണക്ഷൻ. അതിനുശേഷം നെക്സ്റ്റ് അടിക്കുക. വീണ്ടും DESIGN ഇങ്ങനെ അടിച്ചിട്ട് ഫിനിഷ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഞാനിപ്പം ഇൻഡിസൈൻ എന്ന് ടൈപ്പ് ചെയ്യണം. ഇൻഡിസൈൻ എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എറർ ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ആ എറർ പിന്നെ ഇതിൻ്റെ അകത്ത് വരത്തില്ല. ഡീഫോൾട്ടായിട്ട് നമുക്ക് വേറെ പ്രോബ്ലം ഒന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് സോഫ്റ്റ്വെയർ പൂർണ്ണമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും.